ഉദുമ ടൗണിൽ ബസ് സ്റ്റോപ്പിന് പകരം ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉദുമ യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഉദുമ ടൗണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച് സൗകര്യം ഏർപ്പെടുത്തണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉദുമ യൂണിറ്റ് കമ്മിറ്റി ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. ഉദുമ ടൗണിൽ നിന്നും മലയോര പ്രദേശമായ ബന്തെടുക്ക, പാണത്തൂർ, ബദിയൊടുക്ക എന്നീ സ്ഥലങ്ങളിലേക്ക് മുല്ലശ്ശേരി വഴി ബസ് റൂട്ട് അനുവദിക്കണമെന്നും പരശുറാം എക്സ്പ്രസിന് കോട്ടിക്കുളത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ഉദുമ നഴ്സിംഗ് ഹോം മുതൽ ഉദുമ ഗവൺമെന്റ് LP സ്കൂൾ വരെ റോഡിന്റെ വശങ്ങളിൽ ഇന്റർലോക്ക് പാകി നടപ്പാത നിർമ്മിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാര മേഖലകളിലെ പ്രശ്നങ്ങൾ അറിയുന്ന UDF സർക്കാരാണ് ഇനി അധികാരത്തിൽ വരുന്നതെന്നും അവരിൽ നിന്ന് വ്യാപാരികൾക്ക് അനുകൂലമായ സഹായങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ 3-4 ജാഥകളിൽ പോയില്ലേ, LDF-ഉം UDF-ഉം ഭരണപക്ഷം പ്രതിപക്ഷമല്ല, അപ്പൊ അവർക്കൊക്കെ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ UDF-ന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശന് ചെറുകിട വ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന 10-12ഓളം കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള നിവേദനം വളരെ കൃത്യമായി നമ്മൾ അവിടെ ഗസ്റ്റ് ഹൗസിൽ പോയി നൽകിയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഭാഗങ്ങൾ ഓരോന്നും വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ശരിയാണ്. ഞാൻ നിങ്ങളുടെ പല സമരങ്ങളും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, സെക്രട്ടേറിയറ്റ് മുന്നിലും അതുപോലെ തന്നെ പല ഡൽഹിയിൽ വന്ന KC വേണുഗോപാലൊക്കെ ഉദ്ഘാടനം ചെയ്ത സമരമുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ. അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വളരെ കൃത്യമായി അറിയുന്ന പ്രതിപക്ഷമാണ് ഇന്നിപ്പോൾ ഭരണത്തിൽ വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യാപാരികളുമായി അഭിമുഖം നടത്തുമ്പോൾ നമ്മളെ ചെറുകിട വ്യാപാരികൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പ്രതീക്ഷിക്കാം നമുക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാവുമെന്ന്. മരണപ്പെട്ട PV നാരായണന്റെ കുടുംബത്തിനുള്ള മരണാനന്തര സഹായമായ 5 ലക്ഷം രൂപയുടെ ചെക്ക് യോഗത്തിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് കൈമാറി. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് AV ഹരിഹരസുധൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് യൂസഫ് റൊമാൻസ് അനുശോചനവും ജനറൽ സെക്രട്ടറി K മുഹമ്മദ് കുഞ്ഞി ബേവിഞ്ച പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മുനീർ ബ്രാൻഡ് വരവ് ചെലവ് കണക്കും വൈസ് പ്രസിഡന്റ് PV അശോകൻ പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KV ബാലകൃഷ്ണൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PV ഉമേശൻ, ജോയിന്റ് സെക്രട്ടറി ഉമറുൽ ഫറൂഖ്, വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ രതിദേവി, യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് മാഹിൻ കല്ലട്ര, വനിതാ വിംഗ് ഉദുമ യൂണിറ്റ് ജനറൽ സെക്രട്ടറി വത്സല ലോഹിതാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിമാരായ M കരുണാകരൻ സ്വാഗതവും PK ജയൻ നന്ദിയും പറഞ്ഞു. 2026-28 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളായി AV ഹരിഹരസുധനെ പ്രസിഡന്റായും K മുഹമ്മദ് കുഞ്ഞി ബേവിഞ്ചയെ ജനറൽ സെക്രട്ടറിയായും മുനീർ ബ്രാൻഡിനെ ട്രഷററായും യോഗം വീണ്ടും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ.